39-ാം വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പിനെത്തിയിട്ട് ആദ്യ മത്സരത്തിൽ ഹാട്രിക് നേടി. ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരത്തിലും ഗോളടിച്ച് പോർച്ചുഗലിന്റെ ടോപ്പ് സ്കോററായിട്ട് ടീമിനെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ച്. എംബാമ്പെ, ഹാളണ്ടും ഹാരി കെയ്നും തുടങ്ങിയ എല്ലാ ആൾക്കാരും ഓരോ പ്രേമിൽ നിൽക്കുന്ന സമയത്ത് അവരെക്കാൾ കൂടുതൽ ഗോൾ നേടി. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചെങ്കിൽ ഈ ലോകം മൊത്തം ഒരു കാര്യം പറഞ്ഞേനെ, ഇവനാണ് എക്കാലത്തെയും മികച്ച താരം, ദ ഗോട്ട്. പക്ഷെ ഇത് ചെയ്യുന്നത് മെസ്സി ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് സഹിക്കുന്നില്ല. ദ ലിറ്റിൽ ബോയ് ഫ്രം റൊസാരിയോ 2022 35-ാം വയസ്സിൽ ലോകകപ്പ് നേടി. ആ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളും നേടി. ഇപ്പൊ 2026 39-ാം വയസ്സിൽ MLS പോലുള്ള ഒരു ലീഗിൽ കളിച്ചിട്ട് ലോകത്തെ മികച്ച പ്രതിരോധ താരങ്ങൾക്കെതിരെ വീണ്ടും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ അർജന്റീനയുടെ ഗ്രൂപ്പിൽ ആരൊക്കെയെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. പക്ഷെ അന്ന് ആരും അതിനെ കുറിച്ചിട്ട് ഒന്നും സംസാരിച്ചില്ല. കാരണം മെസ്സിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നായിരുന്നു പല ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ മെസ്സി തൻ്റെ പ്രകടനത്തോടെ എല്ലാവരെയും തെറ്റാണെന്ന് തെളിയിച്ചോടുകൂടി ഇപ്പൊ ചർച്ച നടക്കുന്നത് ഫുട്ബോളിനെ കുറിച്ചിട്ടല്ല. ഫുട്ബോളിനെ പറ്റി കേൾക്കേണ്ട സമയത്ത് ഇപ്പൊ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയം, മതം, ഗൂഢാലോചന, അഴിമതി, റിഗ്ഡ്, ഫിഫയുടെ സഹായം, ഫുട്ബോളിനേക്കാൾ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, 39-ാം വയസ്സിൽ യൂറോ കപ്പിൽ ഒരു താരം സ്വന്തം രാജ്യത്തിനായിട്ട് ഒരു അസിസ്റ്റ് മാത്രം നേടി, ഒറ്റ ഗോൾ പോലും നേടാനായില്ല. അന്ന് എല്ലാവരും പറഞ്ഞു പ്രായമായി, ഇനി സമയം കഴിഞ്ഞു, ഇൻക്ലൂഡിങ് റൊണാൾഡോ ഫാൻസ്, എനിക്കറിയുന്നേ. പക്ഷേ ഇന്ന് കമ്പയർ ടു ലാലിഗ, EPL, ഫ്രഞ്ച് ലീഗ് അപേക്ഷിച്ച് MLS എത്രയോ താഴത്താണ്. അമ്മാരി ലീഗ് ഇന്ന് 39 വയസ്സുള്ളൊരു മെസ്സി ഇന്നത്തെ മികച്ച താരങ്ങളെക്കാളും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും പുതിയ പുതിയ ഗൂഢാലോചനകൾ കൊണ്ടുപോയി വരുന്നത്. ഗ്ലോബലി മെസ്സിക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം വളരെ ലളിതമാണ്. മഹത്വം അംഗീകരിക്കാൻ കഴിയാത്തവരെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ചരിത്രം കാരണങ്ങളെയല്ല, എല്ലാ സമയത്തും ഒരാൾ ചെയ്ത പ്രകടനങ്ങളാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ലയണൽ മെസ്സി അന്നും ഇന്നും എന്നും ദ ഗോട്ട്.